വെൽക്കം ടു ലെജൻഡറി ന്യൂബ്. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പാർട്ട് 8 ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ വലിയായിട്ടൊന്നുമില്ല. നമ്മളൊന്നിന്ന് നെതറിൽ പോവും, പിന്നെ എന്നാ ചെയ്യണേ, നെതറിൽ പോവും, വീട് ഡെക്കറേറ്റ് ചെയ്യും, വീട്ടിൽ സ്റ്റോറേജിൻ്റെ പരിപാടിയെല്ലാം ആക്കും, അതൊക്കെ ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഗൈസ്, പിന്നെ നമുക്കുണ്ടല്ലോ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമുക്ക് നെതറിൽ പോയിട്ട് അവിടെ പിഗ്ലിൻസായിട്ട് ട്രേഡ് ചെയ്യണം. അതിനുള്ള ഗോൾഡ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിലില്ല. ബട്ട് എൻ്റെ കയ്യിൽ ആർമറുണ്ട്, ഗോൾഡ് ആർമർ. അതുകൊണ്ട് പിഗ്ലിൻസ് അങ്ങനെ എന്നെ അറ്റാക്കൊന്നും ചെയ്യത്തില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്തൊരു അയൺ ഫാർം ഉണ്ടാക്കുക. ഞാൻ അതിനകത്ത് വേറെ സെറ്റപ്പും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഒറ്റ സെക്കൻഡ് ഒറ്റ ദിവസം 2 വീഡിയോ അടുപ്പിച്ച് ഒരേ സമയത്ത് ഇടില്ലെന്ന്. ഇതാണ് എൻ്റെ മിഷൻ ബോർഡ്. ഇവിടെ നമ്മളുള്ള മിഷൻസ് എല്ലാം എഴുതിയിടും. ഇതുണ്ടോ, ഇവിടെ അയൺ ഫാർമ, വില്ലേജർ ബ്രീഡർ എഴുതിയില്ല കേട്ടോ, സ്മെൽറ്റർ, കുറച്ച് പരിപാടികളുണ്ട്. നമുക്കതൊക്കെ ചെയ്യണം ഗൈസ്. അതിനൊക്കെ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് എനിക്ക് വേണം, എന്നാലും എനിക്കൊരു മോട്ടിവേഷൻ ആകത്തുള്ളൂ. നമുക്ക് നമ്മുടെ സ്റ്റോറേജിലോട്ട് ഫസ്റ്റ് പോവാം. ഇതാണ് എൻ്റെ വീട്, കണ്ടോ. നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഒന്ന് ഞാൻ ഇങ്ങോട്ടൊരു സ്റ്റെയർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് സ്റ്റോറേജ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. നമുക്കപ്പോൾ രണ്ടും ചെയ്യാം. ഇതാണ് ഒരു ബെറ്റർ തന്നെ. നമുക്ക് ആവശ്യമില്ലാത്ത സാധനമെല്ലാം അവിടെ ഇല്ല, ആവശ്യമില്ലാത്ത സാധനമെല്ലാം ഇങ്ങോട്ടിടാം. ഓക്കെ, ഈ ഡെർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഉണ്ടാക്കണം സ്റ്റേഴ്സ്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ സ്റ്റേഴ്സ് ഇല്ല, ഇവിടെ ഇല്ല. അപ്പോൾ വിച്ച് മീൻസ് നമുക്ക് നല്ല ഇപ്പം 3 അല്ലേ, നമുക്ക് ഇവിടുന്ന് വരെ ഒരു സ്ഥലം വേണമല്ലോ. നമുക്ക് ഇങ്ങോട്ടായിട്ട് കൊടുക്കും. ഇതൊക്കെ ആർക്കാരുണ്ട് നമുക്ക് ഇങ്ങോട്ടൊരു ബ്ലോക്ക് ഇട്ടിട്ട് ഇവിടുന്ന്, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം. അതല്ലത് ഒരൊറ്റ 60 എണ്ണം ഒറ്റയടിക്കുണ്ടാക്കണോ? ഓ, അങ്ങനെയല്ലല്ലോ അല്ലേ. നമുക്ക് 15 ആവശ്യമില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കേ പിന്നെ അപ്ഡേറ്റ് നമ്മളിത് മാത്രമല്ലല്ലോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാം. എൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ട് അതൊന്ന് ബോറാവുമെന്ന് ഡൗട്ടുണ്ട്, ഒന്നുമേ തരില്ല. ഇവിടെ നമ്മളെ അല്ലാത്ത ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് വന്ന് സെറ്റാക്കും. അയ്യോ, പണിപാളി. നമുക്കറിയാം ഒരു കാര്യം, പണിപാളി. നമുക്ക് ഇങ്ങോട്ട് പോകണ്ടല്ലോ, നമുക്ക് ഇങ്ങോട്ട് പോകാനുള്ളൊരു ഇതായിപ്പോൾ, ബ്ലോക്കായിപ്പോൾ. നമുക്കിതെല്ലാം ഒന്ന് പൊട്ടിച്ച് കളയാം. അയ്യോ, നൈറ്റായി. സ്കെൽറ്റൻസ് വെച്ചാ താഴെ ഉണ്ടായിരിക്കോ, നമ്മുടെ വീട്ടിലുണ്ടാരേലും. അയ്യോ, നീ അറിഞ്ഞു. അയ്യോ, അങ്ങനെ കിട്ടി. ഓട്ടം ഫ്ലാഷ് അവൻ്റെ അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ബാക്കി പണിയിലോട്ട് പോവാം. എല്ലാവരിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഇന്നലെ ലെതർ പോർട്ടലുണ്ടാക്കി, ഫിഷിംഗ് ഡോഗ് ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി. എന്നിട്ട് ഞാനൊരു മണ്ടത്തരം കാണിച്ചു. 2 വീഡിയോ ഒരുമിച്ച് അപ്ലോഡ് ചെയ്തു. ഫസ്റ്റ് നെതർ പോർട്ടൽ ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡായേ. എന്നാ പറയാനാണ് ഓർത്ത് നോക്കണേ.
പിന്നെ തന്നെ അടുത്ത് ഇങ്ങനെ കടന്നോട്ട് തന്നെ വയ്ക്കും. നമുക്ക് ഈ ഒരു സ്റ്റെയറും കൂടെ വയ്ക്കാം. എന്നിട്ട് ഇതങ്ങോട്ട് അടിച്ച് പൊളിച്ചങ്ങോട്ട് മാറ്റും. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ക്രൗച്ച് ചെയ്തിട്ട് 1 2 3 4 എന്നിട്ട് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് പോയാലും സീനില്ല. അയ്യോ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് വയ്ക്കേണ്ട വരുമല്ലേ? കുഴപ്പമില്ല, നമ്മുടെ ഐഡിയ ഉണ്ട്. സ്ലാബല്ലല്ലോ, ഇങ്ങനെ പറ്റി കയറാൻ പറ്റുമോ? ഇങ്ങനെ തന്നെ നോക്കട്ടെ. ഇങ്ങനെ വരുന്ന ആൾക്ക് നമ്മുടെ സ്റ്റോറേജ് ഒരു വലിയ സ്റ്റോറേജാണ് ഉണ്ടാക്കുന്നത്. തീർന്നു. നമുക്കിവിടെ അങ്ങോട്ട് പൊട്ടിച്ച് മാറ്റാം. നമ്മൾ വീട് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് ഇതങ്ങോട്ട് പൊട്ടിച്ച് മാറ്റാം. ഇതൊരു ബോറാണ്. അല്ല, ഞാനത് ഇത് വേണ്ടി മാത്രം സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ ഡബിൾ ചെസ്റ്റ് വെച്ച് പോകാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വേണം അങ്ങോട്ട് വേണം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. നമ്മളിപ്പോൾ അതൊക്കെ ചെയ്യുന്നുള്ളൂ. നമുക്കപ്പോൾ ചെസ്റ്റ് വേണ്ടേ? നമുക്ക് ലോക്സ് ഇതെല്ലാം നമുക്ക് ഓക്കാക്കണം. അതെല്ലാം ഉണ്ടോ? അതെവിടെ എടുത്ത് വെച്ച പോലെ ഓർമ്മ. ഇതിനകത്ത് എന്തായിരിക്കും ഇച്ചിരി മതി. നമുക്കിത് മൊത്തം ഒക്കെ പ്ലാങ്സ് ആവുന്നുണ്ട്. അത് 2 സ്റ്റാക്കിന് മേളിൽ കിട്ടും. ഉറപ്പാണ്, 2 സ്റ്റാക്കിന് മേളിൽ കിട്ടും. കിട്ടി. ഒരു 3 സ്റ്റാക്ക് വരുമോ പ്ലീസ്? 3 സ്റ്റാക്കിന് മേളിൽ കിട്ടി. നമുക്ക് ഇച്ചിരി കൂടെ എടുക്കുന്നുണ്ട്. വെച്ചിട്ട് ഇങ്ങനെ പോയിട്ട് ഇതിങ്ങനെ പോകണം. എന്നിട്ട് ഇതുമില്ല ആക്കാം. എടാ, ഇതിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഇത് നമുക്ക് അങ്ങനെ ആക്കട്ടെ. ഞാൻ 64 വരെ ആക്കി. ഓക്കെ, പൊഴിനോട്ടെ. നമുക്ക് ബൈക്കിൽ പൊട്ടറ്റോ നമുക്ക് ഞമ്മൻ ചെയ്യാറായിട്ടില്ല കേട്ടോ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കാം. എന്താ ലാഗ്? എവിടെ റെക്കോർഡ് ചെയ്യാമെന്ന് തോന്നുന്നു. നല്ല ലാഗുണ്ട്. നമുക്ക് ഈ നമ്മളെ മൊത്തത്തിൽ ജസ്റ്റ് 2 4 5 6 7 8 10 11 12 12 അയ്യോ 12 ഡബിൾ ചെസ്റ്റ് ഇവിടെ വേണ്ട. ഇവിടെ സെറ്റ് ഇതൊരു മോശം അല്ല ഗൈസ്. ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് കയറി പോകണം. അപ്പോൾ ഇവിടെ 2 3 4 5 6 7 8 9 11 ഇല്ല കഴിഞ്ഞ് പോലെ 11 നമ്മൾ അടുപ്പിച്ച് ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് എന്നൊക്കെ വയ്ക്കാം. അത് നമ്മുടെ ഫുഡിൻ്റെ പരിപാടി സെറ്റ് ചെയ്യാം. ഇവിടെ തന്നെ ഫുഡിൻ്റെ ഉള്ളത് ചിക്കനും ബീഫും എല്ലാം ഉണ്ട്. ലാപ്പീസ് നമുക്ക് നമ്മുടെ മറ്റേ ചെസ്റ്റ് ഉപയോഗിക്കണം. ലാപ്പീസും ഗോൾഡും. പിന്നെ ഇതിനകത്ത് ഇതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഫുഡ് ഐറ്റംസ് എല്ലാം സീഡ്സ് എടുത്തേക്കാം. അതിൻ്റെ ആവശ്യം വരും. നമുക്കത് ഇവിടെ ഇച്ചിരി ഫുഡ് ഐറ്റംസ് ഉണ്ട്. ചിക്കൻ അങ്ങോട്ട് പോകും. റാബിറ്റാണല്ലേ. നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ നോട്ടെ. അത്യാവശ്യം വലിയ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല. ഇത് നമ്മുടെ മെയിനായിട്ടുള്ള പെട്ടിയിലോട്ട് കൊണ്ടുവരണം. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഗുഡ്. ഇവിടല്ലേ എന്തുട്ടാണ് കാണിക്കുന്നത്? നമ്മളിങ്ങനെ ഇങ്ങോട്ടെന്നൊക്കെ വയ്ക്കുന്നത്.
നമ്മുടെ ഗോൾഡ്, നമ്മുടെ ബാക്കി ഇച്ചിരി കോപ്പർ, പിന്നെ ലാപ്പിസ് ലസൂലി, നമ്മുടെ റെഡ് സ്റ്റോൺ ആ പെട്ടി എടുക്കണമല്ലോ. ഇത് വാട്ടർ റെഡ് സ്റ്റോൺ ഇവിടെ ഇച്ചിരി അലങ്കോലായിട്ട് കിടക്കും. നമുക്ക് സെറ്റ് ചെയ്യണം. ഫുഡ് ഐറ്റംസ് എല്ലാം പോട്ടെ, നമുക്കിതങ്ങോട്ട് കറക്റ്റാക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്യാം. നമ്മുടെ ഇൻഗോട്ട്സും ഡയമണ്ടും എല്ലാം ഇങ്ങനെ നോട്ടെ. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ആവശ്യമില്ല, ഇവിടെ നമ്മൾ വയ്ക്കുന്നില്ല, മനസ്സിലായോ? നമുക്ക് ഇങ്ങോട്ട് സിമെൻറ്റ് വയ്ക്കാം. ഓക്കെ, ഇങ്ങോട്ട് ഞാൻ പിന്നെ എന്നാ വെക്കണ്ടേ? ഇത് ഇങ്ങോട്ട് വയ്ക്കണം. ആൻഡ് ഷീൽഡ് ഇവിടെ ഇരുന്നോട്ടല്ല, വേണ്ട, ഷീൽഡ് ഇരുന്നോട്ടെ. ഇവിടെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ നമ്മുടെ ആരോ എടുക്കണം. ഓക്കെ, അതായതിലുണ്ട്. നമ്മൾ എത്ര മിനിറ്റ് റെക്കോർഡ് ചെയ്യുന്നു? ഇവിടെ നമ്മുടെ ബോയൊന്നും എടുക്കാറായിട്ടില്ല. നമുക്കേ അത് നമ്മുടെ സ്റ്റോറേജിലോട്ട് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ പൂട്ടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പേരിന് ബീഫ് സ്റ്റേക്ക് ഒക്കെ അവിടെ വയ്ക്കാം. റാബിറ്റ്, ക്യാരറ്റ്, റോ ചിക്കൻ, പിന്നെ എൻ്റെ പേരിന് ബീട്രൂട്ട്, ആപ്പിൾ, ബീട്രൂട്ട് സീഡ്, വീറ്റ് സീഡ്. ഓക്കെ, നമ്മുടെ ഉള്ള ഐറ്റംസ് ഇവിടെ 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 ബിൽഡിംഗ് ബ്ലോക്സ് അല്ലേ ഇവിടെ കേട്ടോ. ഇവിടെ ഇങ്ങനെ നമുക്ക് അടിച്ച് വയ്ക്കാം. ഇവിടെ നല്ല ബിൽഡിംഗ് ബ്ലോക്സ് എല്ലാം എടുക്കട്ടെ. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഇതെവിടെ വയ്ക്കണ്ടേ? ഇതെവിടെ വയ്ക്കാം? ഇല്ല, ഈ പംകിൻ്റെ ആവശ്യം എന്നാ എനിക്കറിയില്ല. ഈ പംകിൻ നമുക്ക് എവിടെ വെക്കണമെന്നും അറിയില്ല. ഓക്കെ, ഫുഡൊക്കെ പംകിൻ വെക്കണം, കാരണം പംകിൻ പൈ ഉണ്ടാക്കാൻ പെൻസ് വേണം. ഡോർ ഓർമ്മ അമ്മേ ആറത് നമുക്ക് ട്രേഡ് ചെയ്യുന്ന ഒരുത്തനുണ്ടായിരുന്നല്ലോ, പക്ഷേ എൻ്റെ പേരെന്നായിരുന്നു മൺട്രെയിൻ അടക്കം ട്രേഡറേ. ഇങ്ങോട്ട് പാടാൻ ഇനിയുണ്ടല്ലോ ട്രേഡ് ചെയ്യണം എൻ്റെ അടുത്ത്. ഇന്ത്യ ഈ ഫ്രീ ആയിട്ട് ഇച്ചിരി ഡയമണ്ട് വില്ലേജർ അടുത്തുകൊണ്ട് പോയിട്ട് അവന്മാരെ പറ്റിക്കാൻ. അവനിപ്പോൾ സ്പോൺ ആയിട്ടില്ല. സാറിന് എപ്പോഴും കാണുന്നതാണ്, നിങ്ങളും കാണുന്നില്ല ഗൈസ്. ഇന്നില്ല അവൻ. നമ്മുടെ സ്റ്റോറേജ് ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് നമ്മളെന്താ വയ്ക്കുന്നത്? നമ്മൾ വയ്ക്കാമല്ലോ. ഇവിടെ ആഫ്രിക്കയിൽ ഐറ്റംസ് ഇങ്ങോട്ട് വയ്ക്കും. നമുക്ക് ചിലപ്പോൾ ആവശ്യം വരാൻ ചാൻസ് ഉള്ളത്, മനസ്സിലായോ? ഇതൊക്കെ നമുക്ക് അല്ല, നമുക്കിത് ടൂൾ ഏരിയ ആക്കാം. ഈ സാധനം എല്ലാം പോട്ടെ. അതല്ല, ഇത് ടൂൾസ് അല്ലേ ഇവിടെ പോട്ടെ. ഇവിടെ ഇതേ ഇരിക്കുന്ന കുറച്ച് ബ്ലോക്സ്. ഇതാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എവിടെയോ കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന്. ഇത് നമ്മളെ കയ്യിലോട്ടെ, ഇവിടെ നമ്മളെ കയ്യിലിടുന്നോട്ടെ. ഇച്ചിരി ആക്കിയിട്ട് കാണില്ല, നിങ്ങൾക്ക് ബോറടിക്കും ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റോറേജ് എല്ലാം ഒരുവിധം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കാതില്ല, നമ്മളിപ്പോൾ നെതറിൽ പോകുന്ന ടൈമായി. നമുക്കിപ്പോൾ നെതറിൽ പോകുമ്പം നമുക്ക് വേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു ലെതർ ഷൂസാണ്. അല്ല, നമുക്കിത് കൈ വരും, കാരണം എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും ഉറപ്പാണ്. നെതറിൽ അറിയായിരിക്കുമല്ലോ, നെതറിൽ പോകുമ്പോൾ പിക്കേക്സ് ഉണ്ട്, ഷീൽഡ് വെച്ചിട്ടുണ്ട്,
ഷീൽഡ് കൈ ഇരിപ്പുണ്ട് കേട്ടോ. എന്നെ കാണാൻ എന്നാ രസമാണ്. നോക്കിക്കേ, നിങ്ങൾ ഇത് കാണുക, എന്നെ കാണാൻ എന്തൊരു രസം. പിന്നെ എൻ്റെ ഒരു ബോയ് ഉണ്ട് മോനെ, കിടിലമാണ്. ബോയാണ് അൺബ്രേക്കിംഗ് 2 പവർ 2 പഞ്ച് 2 മോനെ. ആലോചിച്ചോക്കെ ഒറ്റ പ്രശ്നമുള്ളൂ, അതെങ്ങനെ ശരിയാക്കണ്ടെന്ന് മാത്രം അറിയത്തില്ല. എനിക്ക് കമൻറ്റിലൊന്ന് പറഞ്ഞു തരണേ. ഓക്കെ, നമുക്ക് നമ്മുടെ സാറുണ്ട്, ഒരു അയൺ പിക്കാക്സും കൊടുത്തു. ഞാൻ എവിടെ പിക്കാക്സ് ഇത് നമ്മുടെ ഇരുന്നോട്ടെ. അതല്ല, ഞാൻ പിക്കാക്സ് അവിടെ വെച്ചു. ഇവിടെയാണ് നമ്മുടെ ടൂൾ ബോക്സ് കേട്ടോ. ആവശ്യമില്ലാത്ത ടൂൾസ് എല്ലാം നമ്മൾ ഇങ്ങോട്ട് വെക്കും. ഓക്കെ, നമ്മൾ ആവശ്യത്തിനുള്ളത് സെറ്റാക്കിയിട്ടുണ്ട്. അയ്യോ, ഫുഡ് എടുത്തില്ല. നമ്മളെല്ലാം മണ്ടത്തരം കാണിച്ചേ. നമ്മളല്ല, ഞാൻ, നിങ്ങളില്ല കേട്ടോ. നമ്മുടെ സ്റ്റീക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് ബേക്കറി പൂട്ടൊക്കെ. ബേക്കറി വേണ്ട, സാധാ പൂട്ടിട്ട് മതി. പറയാൻ പറ്റില്ല നമ്മളെങ്ങനെ ചാവുന്നതല്ല. ഞാൻ നല്ല ആർമറല്ല അവിടെ ഇട്ടിട്ട് വരുന്നതെന്ന്. ഇവിടെ സ്വാഡ് വെച്ച് ഇവിടെ ഒരുത്തിന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാത്തിനും എല്ലാത്തിനും ഡാമേജ് അടിപ്പിച്ചു. റിങ്ങുണ്ടോ എൻ്റെ കയ്യിൽ? ഇല്ലല്ലോ, അതെടുക്കാം. ഈ ഇടയ്ക്കുണ്ടല്ലോ ഒരു വണ്ടർ ഇൻട്രീഡ് വന്നിട്ട് പിന്നെ ഇത് ചോദിച്ചു, സ്പൈഡറിൻ്റെ അരി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തു. ഒന്നും ചെയ്തില്ല. നേരെ നെതറിൽ പോയിട്ട് വരാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എന്നും ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ നിങ്ങൾ ഒരാൾ പോലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ്. ഫസ്റ്റ് നെതറാണ്, ഫസ്റ്റ് ടൈം നെതറിലാണ്. അയ്യോ, ഗോൾഡ് എടുക്കുന്നു ഞാൻ. ഒന്നുകൂടെ നമുക്ക് ഇറങ്ങിയിട്ടെ. അയ്യോ, നമ്മൾ അവന്മാരുടെ മുന്നിൽ ചാടിയുണ്ടല്ലോ. ഞാൻ എൻ്റെ ഊസ് വെച്ച് അങ്ങോട്ട് പോയാൽ പണി കിട്ടും പോലെ. തല ഇറങ്ങുന്നു. പിഗ്മിൻ്റെ അടുത്തോട്ട് പോവാൻ. ഡാ, നിനക്കൊക്കെ എൻ്റെ വീട്ടിലെന്നോടാ പരിപാടി? എന്താ ഭയം? ട്രേഡ് ചെയ്യാനുള്ള ഗോൾഡ് ഇങ്ങോട്ടാ, ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വെക്കാം. പിന്നെ നമുക്ക് ഷീൽഡ് എന്തായാലും ഒരെണ്ണം കൂടെ ഉണ്ടാക്കണമെന്ന് എനിക്കുണ്ട്. ബട്ട് വേണ്ട, എന്നാ അറിയോ, നമ്മൾ അതേ സ്പീഡിൽ തന്നെ ഓടി തിരിച്ചു വരാനുള്ള. ഗൈസ്, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇൻട്രോയ്ക്ക് വേണ്ടി മണ്ഡലത്തിൽ പോയിട്ട് അവിടെ നിന്നില്ല ഫസ്റ്റ് ഇൻട്രോ അതിനുവേണ്ടി ഡയറക്റ്റ് ഉണ്ടാക്കുക. ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ ഇങ്ങനെ നല്ലതാണ്. ഇറങ്ങടാ കൊല്ലാവാ. അപ്പുറത്തെ സൈഡിലാവുന്നല്ലേ ശീലൊക്കെ പോകുന്നുണ്ട്. ഡൗവേ ഒരു ഗോൾഡ് കൊടുത്തു. എന്നതായിരുന്നേ? വാട്ട് വിൽ യു ഗീവ് ബ്രോ? നോക്കുവാണ് ഗോൾഡ് ഒറിജിനലാണോ. ശിവ, ഈ ഒരു ലെതറിന് വേണ്ടിയാണ് ഞാൻ ഇത്ര എന്തായാലും ഇത് നോക്കാം. നമുക്കിത് കിട്ടി, ലെതർ ബ്രിക്ക് കിട്ടിയല്ലേ. ഞാൻ വേറെ എടുത്തിനായിട്ട് ട്രേഡ് ചെയ്യട്ടെ. അമ്മയുടെ അടുത്ത് പോകുന്നത് ശരിയാണ്. വാടാ നിങ്ങൾ ട്രേഡ് ചെയ്യാം. നിങ്ങൾ രണ്ടിൻ്റെയിലും ഞാൻ തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ വരുന്നത്? എൻ്റെ കോപ്പറായിരിക്കുന്നത് പിടിച്ചൊരു കുത്തം കൊണ്ട് വെച്ചു. എന്നാ അവർ തന്നു ബ്ലാക്ക് സ്റ്റോൺ. താങ്ക് യു. ബ്ലാക്ക് സ്റ്റോണ് പിന്നെ എന്താ തന്നു? അവൻ പറ്റിച്ചൊന്നും തന്നില്ലേ? അങ്ങനെ വരാൻ വഴിയില്ല. അവിടെ നിനക്ക് ഞാൻ തരാടാ. നീ എനിക്കറിയാം, നീ നല്ല സത്യസന്ധമാണ്. വാർത്ത വീട് അപ്പോൾ അവൻ അറിയാതെ എങ്ങനെ അറ്റാക്ക് ചെയ്തിരുന്ന എൻ്റെ അവസ്ഥ. അവിടെ എന്തേലും ഇല്ലാണ്ടല്ലോ. കിട്ടി എനിക്ക് ഇരിക്കുന്നു. ഒപ്സിഡിയൻ ഇനി എനിക്ക് തരുമെന്ന് ഉറപ്പാണ്. അവിടെ എന്തേലും നിൻ്റെ ആദ്യം ഉണ്ടാകാൻ നീ എനിക്കൊരു ഡയമണ്ട് സാഡ് ചുമ്മാ
എന്തർപ്പേളെങ്കിലും എന്താടെ എന്തോ കിട്ടി. ക്രൈങ് ഒബ്സിഡിയനാ ഇത് വെച്ചുള്ള ഉപയോഗം എന്തുവാ? നീ എന്തായാലും കൂടി ഐറ്റം തന്നുകൊണ്ട് ഞാൻ നിനക്കൊന്നും കൂടെ തരാം. പ്ലീസ് ഗിവ് മീ എനിത്തിങ് ഗുഡ്. ഇത് തന്നേന്ന് ഒന്നും തന്നില്ലടാ നീ. ആരാ ഗോൾഡ് ആർമറോ മോനെ ബ്രോ ചത്തടോ ഞാൻ ചത്തു. നിങ്ങൾക്കിത് കാണണം, നിങ്ങളിത് കാണുക. ഞാനിപ്പോൾ ചാവാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ അമ്മച്ചി പെട്ടെന്ന് കയറിപ്പോയില്ല അവന്മാർ. പെട്ടെന്ന് കയറിപ്പോ അവന്മാർ. എടാ നിന്നോടെങ്കിലും ഞാൻ ചോദിക്കോ പ്ലീസ്, ലാസ്റ്റ് ആയിട്ട് ഒരു നല്ല സാധനം എന്താ? അല്ല നിന്നെ എല്ലാത്തിനും ഇപ്പം കൊല്ലു. എൻ്റെ വേൾഡാ ഇത്. ഇട്ട് കളിക്കാൻ വന്നാലാ അല്ല വന്നോണം. ആ ഗോൾഡ് എടുത്തോണ്ട് എങ്ങോട്ടാണ് എൻ്റെ പോക്ക്? താടാ എൻ്റെ ഗോൾഡ് തിരിച്ചേ താ താ ഗിമ്മി തരത്തില്ലേ? എൻ്റെ വള്ളി കൊണ്ട് എന്നോട് എന്നോട് അവനൊക്കെ കളിക്കാൻ വന്നേക്കോ. എൻ്റെ വള്ളി കൊണ്ട് എന്നോട് ചൊറിയാ മോനെ. ആരാത്? ബാക്കി ഇട്ട് പണിതോ? നിനക്കൊക്കെ ഇപ്പം തരാവേ. അവന്മാർ ബാക്കി ഇട്ട് പണി നിൽക്കുന്നേ. നമ്മളോട് അവൻ്റെയൊക്കെ കളി. നമ്മുടെ പാർക്കർ പവർ എടുത്താല അങ്ങനെയൊക്കെ പടമാണിപ്പോൾ. പാർക്കറല്ലേ, സോറി, കിങ് പവർ എടുത്ത് മരയൊക്കെ പൊരിച്ച്. ഇവിടെ എൻ്റെ ഓർമ്മയിലാണ് അവനിപ്പോൾ ഇട്ടേക്കുന്നേ. നെവർ ബ്രോ. എൻ്റെ കോപ്പർ സോഡ അറിയില്ല. കോപ്പർ 4% ഉണ്ടല്ലോ. എല്ലാം സെയിമാണ്. ഞാനേ ഒരു പരിപാടിയുണ്ട്. അവനെ ഇങ്ങോട്ട് നിനക്ക് ഞാൻ ഗോൾഡ്. ഓക്കെ താങ്ക് യു. എൻ്റെ ആർമോട്ടോടെ എന്നോട് ചോറിയാൻ നിൽക്കുന്നു. എൻ്റെ ബൂട്ട് അറിയില്ലടാ. എൻ്റെ ബൂട്ട് കാണുന്നില്ല. അപ്പോൾ അവൻ്റെ കയ്യിലാവണം. അവൻ്റെ കയ്യിലില്ലേൽ ഇവിടെ 1 HP ഓടിക്കോ രാമ. എനിക്ക് ദേശത്തെ വരി അറിയത്തില്ല. ഓടാ ഉയ് ഇതേവൻ അവനൊന്നും ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാനിപ്പോൾ ചെയ്തേ. എൻ്റെ ഷീൽഡും കൊണ്ട് കളഞ്ഞു. എനിക്കുണ്ടല്ലോ വരുന്ന ദേഷ്യം. നമ്മുടെ സോഡ് എടുത്ത് കയ്യെ പിടിക്കാം. ബ്രോ യു ആർ ഗോണ ഡൈ. എന്ത് അവൻ നൈറ്റ് പോയി. എനിക്ക് ആരും പേടിയില്ലടോ. അവനെന്ത് ചെയ്യും? ഞാനിവിടെ വെച്ചില്ല നേരത്തെ. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ എൻ്റെ ബൂട്ടും ഷീൽഡും എല്ലാം എടുക്കേണ്ടതാണ്. നല്ല കാര്യം കേസ്. ഡീസ്പോൺ ഇവിടെ അവനെയും കാണുന്നില്ല. ഇതിപ്പോൾ ഇവന്മാരെയാണ് എനിക്ക് ഏറ്റവും വിഷയം. ഞാൻ പെട്ടു. എൻ്റെ ഒറ്റ ഷീൽഡില്ല. എൻ്റെ അയൺ മൊത്തം പോയി. ഒരു ബൂട്ട് ഉണ്ടാക്കുന്നത് പിന്നെയും പോട്ടെ, എൻ്റെ ആ ഷീൽഡും പോയി. അയണും ഇല്ല. ആരെല്ലാം കയറി വന്നാലാണ്. അപ്പോൾ എൻ്റെ കോഡ് മോഡ് എടുക്കും ഞാൻ. ഈ മേലെ വാടാ. ആർക്കടാ വരണ്ടേ? വാടാ. അയ്യോ ഇത്രയൊക്കെ വരേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോടാ? ചെറിയ സോംബിയാ. എനിക്ക് പേടിയില്ലാത്തൊരു സാധനമാണ് ചെറിയ സോംബി. അതാണ് എൻ്റെ ക്രൈം ഒബ്സിഡിയനും പോയി. ഇപ്പം ഞാനവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രൈം ഒബ്സിഡിയനെ. എന്നെ ഷോക്ക് നോക്കണേ. പണിപാളിയല്ലോ. ഞാൻ എത്ര മൊത്തം ഇളക്കി. അതാണ് ഇപ്പോൾ ഉണ്ടായത്. ഞാൻ ഒന്നും കൂടെ അവണം വരെ പോയിട്ട് വരണം. ഇവന്മാർ ഈ അമ്പും വില്ലും പിടിച്ചുകൊണ്ടിരിക്കുന്നവന്മാരാണ് അത് ഏറ്റവും അനോയിങ്.
ഇവന്മാർ നിൽക്കുന്നതും പോരാണ്ട് ഇവന്മാരുടെ സ്ലോനെസ് ഉള്ള ഇതും അമ്പും കൊള്ളണം. കുണ്ടിയിലോട്ട് തള്ളി കയറ്റും അവന്മാർ അമ്പും വെച്ച് പിടിച്ചോണ്ടല്ലോ കാത്തി കൂത്ത് കയറ്റണം. പക്ഷേ നമ്മൾ അത്ര രൂപ ആയതുകൊണ്ട് പേടിക്കണ്ട. പക്ഷെ പേടിക്കണം തെറ്റിപ്പോയി. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ എല്ലാം സെറ്റപ്പാക്കിക്കൊണ്ട് വരാം. ഞാനിന്ന് നെതറിൽ പോയി. ഞാൻ ഇന്ന് കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ 25 മിനിറ്റായി. ഞാൻ 15 മിനിറ്റ് സാധാരണ റെക്കോർഡ് ചെയ്യണമെന്ന് ഓർത്താൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതിനും വരെ ബൈ ബൈ.